നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു ടു ഫോൾഡ് ബ്രോഷർ, അതായത് നടുവേ മടക്കുന്ന രീതിയിലുള്ള ഒരു ബ്രോഷർ ചെയ്യുന്ന രീതിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഫയൽ ന്യൂവിൽ പോയിട്ട് നമ്മൾ പുതിയ പേജ് ഓപ്പൺ ചെയ്യുന്നു. ടു ഫോൾഡ് ബ്രോഷർ സാധാരണ ചെയ്യുമ്പോൾ A4 സൈസിന് നടുവേ മടക്കുന്ന രീതിയിൽ, അതായത് ഡെമ്മി 1/4 എന്ന് പറയുന്ന സൈസിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫുൾ സൈസ് വരുന്നത് 28 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ഹൈറ്റും ആയിരിക്കും. അതിന് എന്നിട്ട് ഫോൾഡ് ചെയ്യുകയാണ്. ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു പേജിന് 14x21 എന്ന കണക്കിന് സൈസ് വരും. അങ്ങനത്തെ 4 പേജുകളാണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ പേജ് സെറ്റ് ചെയ്യാം. സെൻറ്റിമീറ്റർ സൈസാണ് വേണ്ടത്. വിഡ്ത്ത് 28 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 21 സെൻറ്റിമീറ്റർ, റെസൊല്യൂഷൻ 300 പിക്സൽ പെർ ഇഞ്ച്, കളർ മോഡ് CMYK, കണ്ടൻറ്റ് വൈറ്റ്. ഇവിടെ ഞാൻ ഹോളിഡേ പാക്കേജ് എന്ന് ഫയൽ നെയിം കൊടുക്കുന്നു. ഓക്കെ കൊടുക്കാം. ഇതിനെ സേവ് ആസ് ചെയ്യുന്നു. നമ്മുടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫോൾഡറിലേക്ക് അങ്ങ് സേവ് ആസ് ചെയ്യാം. അത് ഫ്രണ്ട് പേജ് ആയതുകൊണ്ട് ഹോളിഡേ പാക്കേജ് 1 എന്ന് ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. സേവ് ചെയ്യുന്നു. ഇതിനുശേഷം ഗൈഡ് ലൈൻ നമുക്ക് കൃത്യമായി കൊണ്ടുവെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മധ്യഭാഗം കണ്ടിട്ട് വേണം, അപ്പുറത്തും ഇപ്പുറത്തുമാണ് സെറ്റ് ചെയ്യേണ്ടത്. 4 പേജ് വരുന്നതുകൊണ്ട് ആദ്യം ഒരു സൈഡ് പേജ് വരും. അതായത് ഞാൻ അതിൻ്റെ ഒരു ചിത്രം കാണിക്കാം. ഏകദേശം ഒരു ടു ഫോൾഡ് ബ്രോഷറൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെയായിരിക്കും നമ്മൾക്ക് കാണാൻ കഴിയുക എന്നുള്ളത്. ഏതാണ്ട് ഈ രീതിയിൽ വരുന്ന ഒരു ബ്രോഷറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയിരിക്കും. ഇത് നടുവേ മടക്കുന്നതാണ്. ഇതിൻ്റെ അകവശത്തും മറ്റൊരു 2 പേജ് കൂടി ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നടുഭാഗം കണ്ടെത്തണം. നടുഭാഗം നമുക്കറിയാം 28ൻ്റെ പകുതി 14 ഇനി അതല്ല എങ്കിൽ വ്യൂ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വ്യൂവിൽ പോയി സ്നാപ്പ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൈഡ് ലൈൻ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഗൈഡ് ലൈൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു പിടുത്തം അനുഭവപ്പെടും, ഒരു സ്റ്റക്കാവുന്ന അനുഭവപ്പെടും. അപ്പോൾ അവിടെ അങ്ങ് വിട്ടാൽ മതി, കറക്റ്റ് മധ്യഭാഗമായിരിക്കും. പിന്നെ 4 സൈഡിലും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ, അതുപോലെ ഇങ്ങേ സൈഡിൽ 1 സെൻറ്റിമീറ്റർ, ഇവിടെയും 1 സെൻറ്റിമീറ്റർ. ഇനി നടുഭാഗത്ത് നിന്ന് അങ്ങോട്ടും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും ഓരോ സെൻറ്റിമീറ്റർ കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാ പേജിലേക്കും ആവശ്യമുള്ളത് വരികയുള്ളൂ. അതിന് സേവ് ചെയ്യാം. ഇതിൻ്റെ ഒന്നാമത്തെ പേജ് വരുന്നത് നമ്മൾ മുമ്പേ കണ്ടതുപോലെ, ഇപ്പം നമ്മൾ മുമ്പേ ഈ ഒരു പേജ് കണ്ടപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പേജ് ഇതായിരിക്കും. പിന്നെ ഈ വരുന്നത് 4ാമത്തെ പേജ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തായിരിക്കും, ഇതിൻ്റെ നേരെ ഉൾവശമാണ് 2ാമത്തെയും 3ാമത്തെയും പേജ് വരിക. ഇത് 4ാമത്തെ പേജ്. അതുകൊണ്ട് ഈ ഭാഗമാണ് നമ്മുടെ ഒന്നാമത്തെ പേജ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹോളിഡേ പാക്കേജിൻ്റെ ബുക്ക്ലെറ്റാണ്, ബ്രോഷറാണ്. അപ്പോൾ അതിനാവശ്യമായ ഒരു ചിത്രത്തെ ഞാൻ നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ സെർച്ചിൽ കയറി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ആ ചിത്രം ഇങ്ങനെ എടുക്കുകയാണ്. അതിൽ ഒരു ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് കോട്ടയത്ത്. ആ ചിത്രമാണ് ഞാൻ എടുക്കുന്നത്. അത് തന്നെ മുൻഭാഗത്ത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനെ മുൻവശത്തേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിനെ ഞാൻ ക്ലോസ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഇതിനെ, അതിൻ്റെ മധ്യഭാഗം ഇവിടെയാണ്. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ എഡിറ്റിൽ ഫ്രീ ട്രാൻസ്ഫോം എടുക്കുന്നു. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ അങ്ങ് ഡ്രാഗ് ചെയ്ത് ഞാൻ വലുതാക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു പടം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊന്ന് ഷാർപ്പനിങ് ഒക്കെ വേണം ചെയ്ത് കൊടുക്കുക. ഫിൽറ്ററിൽ ഒരു ഷാർപ്പ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൈയുടെ പടം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ കൊടുക്കാം.
അപ്പോൾ നമ്മൾ സ്കൈയുടെ പിക്ചർ ഗൂഗിൾ സെർച്ചിൽ നിന്നും ഞാനതിനെ എടുക്കുകയാണ്. അതുമായിട്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാവുന്നൊരു പടം നോക്കിയെടുത്താൽ മതിയാവും. ഇത് ഏതാണ്ട് അതിന് ചേരുന്ന പടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിനെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയാണ്. അങ്ങനെ സ്കൈ എന്ന് പറഞ്ഞ് തന്നെ പേര് കൊടുത്ത് അങ്ങ് സേവ് ചെയ്തു അതിനെ ക്ലോസ് ചെയ്ത് വിടാം. അതിനുശേഷം അതിനെ നമുക്ക് ഫയലിൽ ഓപ്പണിൽ പോയിട്ട് ആ സ്കൈയുടെ പിക്ചർ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. അതിന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഡ്രാഗ് ചെയ്യുന്നത് അറിയാമല്ലോ, ഈ മൂവ് ടൂൾ എടുത്തിട്ടാണ്. ഇത് നമ്മൾ വീണ്ടും എഡിറ്റിൽ ഫ്രീ ട്രാൻസ്ഫോം അല്ലെങ്കിൽ Ctrl+T അടിച്ചതിന് ശേഷം അതിനെ വലുതാക്കുന്നു. എന്നിട്ട് അതിനെ ലെയർ താഴേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഈ ഭാഗം രണ്ടും തമ്മിലുള്ള ചേർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ആ ഭാഗത്ത് നമുക്കൊന്ന് എറേസ് ചെയ്യാം. എറേസർ ടൂൾ എടുത്തിട്ട് ഇവിടെ അങ്ങ് എറേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് അങ്ങ് ലയിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു എഫക്റ്റിൽ വന്നു. ഇപ്പോൾ നമ്മൾ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്താണെന്ന് ഏതാണ്ട് മനസ്സിലാവില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ മാറ്റർ ഞാൻ നേരത്തെ ഒരു വേഡ് പാഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോട്ടയം എന്നാണ് അതിൻ്റെ പേര്. ആ ഒരു ബ്രോഷറിൻ്റെ പേര് ഹെഡിങ് കൊടുക്കുക കോട്ടയം എന്നാണ്. കോട്ടയത്തുള്ള ടൂറിസ്റ്റ് ഏരിയകളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കോട്ടയം എന്ന് പറയുന്നത്. അതിന് ഞാനിപ്പം വലുതാക്കുകയാണ്. അതിൻ്റെ കളർ ഞാനിവിടെ വന്ന് മാറ്റുകയാണ്. വൈറ്റ് കളർ കൊടുക്കാം. ഫോണ്ട് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് മാറ്റി കൊടുക്കാം. നമുക്കിഷ്ടമുള്ളൊരു ഫോണ്ട്. തൽക്കാലം ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കി മാറ്ററാണ് ലേക്സ്, ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ്. എല്ലിൽ നിന്ന് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ് കൊടുക്കുക. ലേക്ക്, ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ്. അത് കോട്ടയത്തിൻ്റെ പ്രത്യേകതകളാണത്. ലേക്കുകളുണ്ട്, തടാകങ്ങളുണ്ട്, അതുപോലെ ലെറ്റർ അക്ഷരങ്ങളുടെ നഗരി എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ ലാറ്റക്സ് റബ്ബറിൻ്റെ സിറ്റി, റബ്ബർ സിറ്റി എന്നും അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ 3 വേർഡുകൾ ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനെ ചെറുതാക്കി ആ കോട്ടയത്തിൻ്റെ ലെവലിലേക്ക് ഞാൻ വെക്കുക ഒരു ഭംഗിക്ക് വേണ്ടി. അതിൻ്റെ ഫോണ്ട് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണ്ടാണ്. അതിനുശേഷം അത് പാക്കേജ് ചെയ്യുന്ന കമ്പനിയുടെ പേര് കൊയിനോന ഹോളിഡേ പാക്കേജസ് എന്നാണ്. അത്രയും മാത്രം മതി. അഡ്രസ്സ് മുഴുവനായിട്ട് വെക്കേണ്ട. അത് ബാക്ക് സൈഡിലാണ് മുഴുവനായിട്ട് വെക്കാറുള്ളത്. അതിനെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് താഴെ ഇവിടെ കൊണ്ട് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ കൊയിനോന ഹോളിഡേയ്സ് എന്നുള്ളത് അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഫുൾ ക്യാപിറ്റലാക്കി ഇവിടെ വന്ന് 2 T അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫുൾ ഇതായിക്കോളും, ക്യാപിറ്റലായിക്കോളും. അതുപോലെ തന്നെ അതിൻ്റെ തമ്മിലുള്ള അകലം കുറയ്ക്കാം. അതിവിടെ വന്നിട്ട് അളവ് മാറ്റി കൊടുത്താൽ അത് സെയിം അളവ് കറക്റ്റ് ആയിക്കോളും. അകലം കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് താഴെ കൊണ്ട് പ്ലേസ് ചെയ്തു. ആ പേജിൻ്റെ താഴെ മധ്യഭാഗത്ത്. അപ്പം നമ്മൾ ഈ ഗൈഡ് ലൈൻ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ ഗൈഡ് ലൈൻ അറിയാമല്ലോ, ഈ ഗൈഡ് ലൈനിൻ്റെ വെളിയിലേക്ക് മാറ്ററുകളൊന്നും തന്നെ പോകരുത്. അല്ലെങ്കിൽ പ്രസ്സിൽ കട്ട് ചെയ്യുമ്പോൾ അത് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഗൈഡ് ലൈനുള്ളിൽ മാറ്ററുകളൊക്കെ നിൽക്കണം. ഇമേജുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും. ഇത്രയും മതിയാവും ഫ്രണ്ട് പേജ് ഡിസൈൻ. ഫ്രണ്ട് പേജ് കഴിഞ്ഞു.